മാഷെ ഈ ഹിന്ദുക്കളെയും പിന്നെ ഹിന്ദുക്കളെ മുഴുവൻ ചേർത്ത് നിർത്താനായി പിണറായി വിജയൻ വല്ലാണ്ട് ശ്രമിക്കുന്നുണ്ട്. NSS, SNDP മറ്റ് സംഘടനകളൊക്കെ ചേർത്തപ്പോൾ ഇന്ന് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനമാണ്. അപ്പോൾ അവിടെയും കൂടെ പോയി ഒരു ആശീർവാദമൊക്കെ വാങ്ങി അമൃതാനന്ദമയി ഭക്തരെ കൂടി തങ്ങളിലേക്ക് അടുപ്പിക്കണം എന്നുള്ളതാണ് CPM-ന്റെ ഒരു പുതിയ അജണ്ട എന്ന് പറയുന്നത്. അങ്ങനെ രാവിലെ സജി ചെറിയാൻ അവിടെ പോകുന്നു, പുരസ്കാരം സമ്മാനിക്കുന്നു, അമ്മയ്ക്ക് ഉമ്മം കൊടുക്കുന്നു. ആ പടമൊക്കെ ഇപ്പോൾ വൈറലാണ് സോഷ്യൽ മീഡിയയിൽ. ഒരിക്കൽ സുധാമണി എന്നൊക്കെ വിളിച്ച് കടപ്പുറം സുധാമണി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചവരാണ് ഇപ്പോൾ ഈ നാടകം കളിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിചിത്രം. ഇതിനിടയ്ക്ക് പിണറായിയുടെ നെഞ്ചത്തിട്ടൊരു വെടി പൊട്ടിച്ചിരിക്കുകയാണ് P. ജയരാജന്റെ മകൻ ജെയിൻ രാജ് ഫേസ്ബുക്കിൽ ഈ സജി ചെറിയാൻ പോയതിന്റെ പടവും കൂടെ പങ്കുവെച്ചുകൊണ്ട് പറയുകയാണ്, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട സുധാമണി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അപ്പോൾ CPM-നുള്ളിൽ പലർക്കും CPM-ന്റെ ഈ നിലപാടിനോട് യോജിപ്പില്ല എന്നല്ലേ കരുതി. മകൻ ഇങ്ങനൊരു നിലപാടുണ്ടെങ്കിൽ അത് ജയരാജൻ അറിയാതെ ആയിരിക്കില്ലല്ലോ എന്നൊരു ചോദ്യം കൂടെ വരില്ലേ? അതെ, തീർച്ചയായിട്ടും. അത് ഒരുപാട് ഇഷ്യൂസ് CPM-ഉമായിട്ട് ബന്ധപ്പെട്ട ആശയപരവും സംഘടനാപരവുമായ ഒട്ടേറെ പ്രശ്നങ്ങളാണ് ഈ ഒരൊറ്റ ദൃശ്യത്തിലുള്ളത്. ഒന്നാമത്തെ കാര്യം ആശയപരമായിട്ടാണ്. എന്താണ് ആൾദൈവങ്ങൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കപ്പെട്ട ഈ മാതാ അമൃതാനന്ദമയി ഉൾപ്പെടെയുള്ളവരോടുള്ള സമീപനം എന്താണ്? CPM എപ്പോഴാണ് അത് മാറ്റിയെങ്കിൽ പാർട്ടി നയപരിപാടികളിൽ ആവശ്യമായ മാറ്റം വരുത്തിയോ? അത് അനുയായികളോട് പറഞ്ഞോ? രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മാതാ അമൃതാനന്ദമയിയെ ആദരിക്കാൻ വേണ്ടിയിട്ട് സജി ചെറിയാനെ സ്വന്തം മന്ത്രിസഭയിലെ സാംസ്കാരിക മന്ത്രിയെ പറഞ്ഞയച്ചിട്ട് കൊടുത്തു. അതിന് പറഞ്ഞ ന്യായം കേട്ടാൽ വല്ലാത്ത വിചിത്രമായി തോന്നും. ഐക്യരാഷ്ട്രസഭയിൽ പോയിട്ട് ചരിത്രത്തിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച വനിത എന്ന നിലയിലാണ്. അങ്ങനെയാണെങ്കിൽ ഐക്യരാഷ്ട്രസഭയിലേക്ക് മലയാളത്തിൽ സംസാരിക്കാൻ ഒരു പ്രതിനിധി അയക്കണ്ടേ? അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിനോട് അങ്ങനെ ഒരാളെ അയച്ചിട്ട് സംസാരിപ്പിക്കണ്ടേ? അതൊന്നും അല്ലല്ലോ ചെയ്തത്. മാതാ അമൃതാനന്ദമയി ദേവിക്ക് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ മലയാളത്തിൽ സംസാരിക്കാനേ അറിയുള്ളൂ. അത് അവരുടെ പരിമിതി, അവരുടെ ഗുണമോ ദോഷമോ അല്ല നയം പറയുന്നത്. രണ്ടും അവർക്ക് അങ്ങനെയാണ്. അവർക്ക് അറിയാവുന്ന ഭാഷയിൽ, അവർ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചു. ഐക്യരാഷ്ട്രസഭ അവർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അവരെ വിളിച്ചത്. അവർ അറിയുന്ന ഭാഷയിലല്ലേ സംസാരിക്കേണ്ടത്, അവർ സംസാരിച്ചു. അതിൻ്റെ പേരിൽ ഒരു സംസ്ഥാനം പോയിട്ട് അവരെ ആദരിക്കുന്നതിൽ എന്താ കാര്യമുള്ളൂ? മലയാള ഭാഷ കൊടുത്ത ആദരവാണോ അത്? അങ്ങനെ പറഞ്ഞ് പറ്റിക്കണോ ആളുകളെ? അതിലേറെ നല്ലത് ഞങ്ങൾക്ക് തെറ്റുപറ്റി, ആൾദൈവങ്ങൾ എന്ന് വിളിച്ച് ഞങ്ങൾ ആക്ഷേപിച്ചത് ആത്മീയമായി ജനങ്ങൾക്ക് വിശ്വാസമുള്ള. എപ്പോഴാണ് ഒരാൾ ആൾദൈവമാകുന്നത്? കാണപ്പെടുന്ന ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതീകമായിട്ട് ഒരു വലിയ വിഭാഗം ജനത ഒരാളെ ആദരിക്കുന്നുണ്ടെങ്കിൽ അതാണല്ലോ ആൾദൈവം. അങ്ങനെയാണല്ലോ ഒരുപാട് പേര് അങ്ങനെ ഉണ്ടായില്ലേ? പുട്ടപർത്തിയിൽ സായിബാബയുണ്ട്. ഈ സ്ത്രീ എല്ലാ ജാതിയിലും ഉണ്ട്, മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും ഒക്കെ. ആൾദൈവം എന്ന് വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ. ആത്മീയ ആചാര്യന്മാരും പുണ്യപുരുഷന്മാരും ഒക്കെ ആദരിക്കുന്ന, മാത്രമല്ല അവരുടെ മരണശേഷം ഒരു പക്ഷേ അവരൊക്കെ ദൈവങ്ങളൊക്കെ തുല്യമായി വരികയും ചെയ്യും. ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കലും ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹത്തെ പക്ഷേ ഈശ്വരന്റെ ഒരു പ്രസാദവും പ്രതിബിംബമായിട്ടാണ് അല്ലെങ്കിൽ പ്രതീകമായിട്ടാണ് കണ്ടത്. മാത്രമല്ല അദ്ദേഹത്തിൽ ഈശ്വര ചൈതന്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മുഴുവൻ ഈശ്വര വിലാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ ആരെങ്കിലും ആൾദൈവം എന്ന് വിളിച്ച് ആക്ഷേപിച്ചിട്ടുണ്ടോ? അത്രയല്ലേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ ഒരാളെ ഒരു പക്ഷേ ഇവർ ഈ മാതാമൃതാനന്ദമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യകർമ്മങ്ങളുടെയൊക്കെ പേരിൽ, അവരുടെ സതുപദേശത്തിൻ്റെ പേരിൽ ഒക്കെ അവരെ ആൾദൈവം എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ വിളിച്ച് ആക്ഷേപിക്കുന്ന കാലത്തും പിണറായി വിജയനെ പോലുള്ള ഒരു ചെയ്ത കാപട്യം നമുക്ക് ഓർമ്മയില്ലേ? പിണറായി വിജയൻ്റെ മോൾക്ക് സാധാരണഗതിയിൽ മെറിറ്റിലൊന്നും എവിടെയും അഡ്മിഷൻ കിട്ടാനുള്ള സാധാരണ ആൾപ്പാർപ്പും തലക്കകത്തില്ലാത്തതുകൊണ്ട് ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് വളരെ സ്വകാര്യമായി തലയിൽ മുണ്ടിട്ട് എന്ന് പറയുന്ന പോലെ, ഇത് നമ്മളല്ല, ബെർലിൻ കുഞ്ഞനന്ദൻ നായർ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ, എന്താ ആ പുസ്തകത്തിൻ്റെ പേര്? പൊളിച്ചെഴുത്തോ. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ആ പുസ്തകത്തിൽ ഇദ്ദേഹത്തെയും കൊണ്ടുപോയിട്ട് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും അമ്മയുടെ കോളേജിൽ അമൃതയിലൊരു സീറ്റ് വാങ്ങിത്തരണം. അങ്ങനെ വാങ്ങാൻ നിവൃത്തിയില്ലാതെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നപ്പോൾ ചോദിക്കുന്നത്, ഒരു എൻട്രൻസ് ഒന്ന് എഴുതിത്തരും പേരിനെങ്കിലും. അയ്യോ, അതും നിവൃത്തിയില്ല, എഴുതാൻ പോലുള്ള ശേഷിയില്ല, എഴുതിയാൽ തോറ്റുപോകും. ആ കുട്ടിയെയാണ് പിന്നെ ഇവർ വാഴ്ത്തുന്നത് വലിയ ബിസിനസ്സുകാരിയായി, പിന്നെ എല്ലാവരുടെയും മാസപ്പടി പറ്റുന്ന ഒരാളായി. ഇതൊക്കെ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ മേൽവിലാസം കൊണ്ട് മാത്രം നേടിയെടുത്തതാണ്. അപ്പോൾ അതും നേടിയത് ഈ അമ്മയിലൂടെയാണ്.
ആലോചിച്ച് നോക്കൂ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ കുട്ടി ഈ എന്താണ് വീണ വിജയൻ അമ്മയുടെ കയ്യും കാലും പിടിച്ചിട്ട് കോളേജിൽ അഡ്മിഷൻ വാങ്ങി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോ വിധി വൈപരീത്യം മൂലം ആ കുട്ടിയെ കല്യാണം കഴിക്കാനിടയായ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി, ഇന്നത്തെ മന്ത്രി, അന്നത്തെ ഡിവൈഎഫ്ഐ നേതാവ്, ആൾദൈവങ്ങൾക്കെതിരായി കോഴിക്കോട്ടെ വെള്ളിമാട് കുന്നിലെ അമ്മയുടെ ആശ്രമത്തിന് മുമ്പിലൊക്കെ വലിയ മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തി തല്ലുകൊണ്ടിരുന്ന ഒരു കാലം. ആലോചിച്ചു എന്തുമാത്രം വൈരുദ്ധ്യമാണ്. അപ്പൊ ഇതേ സംഗതിയാണ് ഇപ്പോ. അതാണ് ഒരു കാര്യം. ആശയപരമായി ആൾദൈവങ്ങൾ എന്ന കൺസെപ്റ്റിനെ ആത്മീയതയുടെ ഭാഗമായി അംഗീകരിക്കാൻ CPM തയ്യാറായോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു നയം മാറ്റം നടത്തിയോ? ഇനി ആശയപരമായ ഒരു മാറ്റവും നടത്താതെ പിണറായി വിജയന് തോന്നുന്നത് എന്തോ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഗവൺമെന്റിന് തോന്നുന്നത് എന്തോ, അതാണ് CPMന്റെ നയം എന്ന ഗതികേടിലേക്ക് പാർട്ടി മാറിയോ? ആദ്യത്തെ ചോദ്യം അതാണ്. 2, സംഘടനാപരമായി എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? സംഘടനാപരമായി ഇപ്പോൾ ആശയപരമായി നടക്കുന്ന ഒരു ചോദ്യം ഇതാണ്. രണ്ടാമത്തെ ചോദ്യം, ഈ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കുക, ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രകോപിപ്പിച്ച് വെറുപ്പിച്ച് നിർത്തേണ്ട ഒരു കാലമാണ്. കാരണം അവരെ പരമാവധി ദ്രോഹിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ഭൂരിപക്ഷ വോട്ടിന്റെ ഏകോപനം നടക്കുകയുള്ളൂ. എന്നിട്ട് വേണം മൂന്നാമതൊരിക്കൽ കൂടി അധികാരത്തിൽ വരാൻ എന്ന ഒരു നയം. അങ്ങനെ ഒരു നയം സ്വീകരിച്ചിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി കേരളം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അത് പറയേണ്ടതല്ലേ? നമ്മളോട് ആരോടും പറയണ്ട, പാർട്ടി അണികളോട് പറഞ്ഞിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ ഒരു ചോദ്യം, സംഘടനാപരമായി പിണറായി വിജയൻ ഇപ്പോൾ ശക്തനാണോ? ആലോചിച്ചു. കണ്ണൂർ ലോബിയാണ് പിണറായി വിജയന്റെ വളർച്ചയുടെ അടിത്തറ. കണ്ണൂരിൽ കോക്കസ് ഉണ്ടാക്കി പാർട്ടി പിടിച്ചെടുത്ത്, അങ്ങനെയാണ് അത് ഏതാണ്ട് ഈ MBRന്റെ കാലം തൊട്ട് തുടങ്ങിയതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു വളർച്ചയാണ്. ആ വളർച്ചയിൽ ഇപ്പോൾ കണ്ണൂരിലെ പാർട്ടി പിണറായി വിജയന്റെ കൂടെ ഉണ്ടോ? കണ്ണൂരിലെ അണികളില്ല എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. പിണറായി വിജയന്റെ സ്വന്തം വാർഡിൽ പോലും BJP ആണ് മുന്നേറിയത്, പിണറായി വാർഡിൽ. 2, സംഘടനാപരമായി ആരുണ്ട്? പിണറായി വിജയനെ സഹായിക്കുന്ന, പിണറായി വിജയന്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തിനാണ് P ജയരാജനെ സമർത്ഥമായി ഒഴിവാക്കിയിട്ട്, സംഘടനാ തലത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ ആക്കിയത്? എന്തൊരു ഗതികേട നോക്കുക മനുഷ്യന്റെ. 1, എന്തിനാണ് MV ജയരാജനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്ന് അതേ പാതയിൽ ഒന്നുമല്ലാതാക്കി? എന്തിനാണ് സ്വന്തം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രാകേഷിനെ കൊണ്ടുവന്ന് ജില്ലാ സെക്രട്ടറി ആക്കിയത്? ഇങ്ങനെ കുറെ എന്തിനാണ് EP ജയരാജനെ നിസ്സാരമായ ഒരു കാരണം കയ്യിൽ കിട്ടിയപ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് തള്ളിയത്? പിന്നെ പ്രതിഷേധം വന്നപ്പോൾ നിവൃത്തിയില്ലാതെ പാർട്ടിയിലെ സമ്മർദ്ദം താങ്ങാനാവാതെ തിരിച്ചെടുത്തത് എന്തിനാണ്? EP ജയരാജനെതിരായി വളരെ സമർത്ഥമായി EP ജയരാജൻ ചിലതൊക്കെ വെട്ടിത്തുറന്ന് പറയുമെന്ന് കണ്ടപ്പോൾ അത് വിവാദമായി ആ പുസ്തകം. EP ജയരാജൻ ഇപ്പോഴും പാർട്ടിയിൽ അത് തന്നെ, കട്ടൻ ചായയും പരിപ്പും. ഈ പരിപ്പ് വടയും. ഇടതുപക്ഷത്തിന്റെ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരുന്നു EP ജയരാജൻ. ഇപ്പൊ EP ജയരാജൻ എവിടെയുണ്ട്? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? മാത്രമല്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടിയിരുന്ന ആരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് MV ഗോവിന്ദനെ കൊണ്ടുവന്നത്? ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഇപ്പോ എന്ന് പറഞ്ഞാൽ തിരുവാക്ക് എതിർവായില്ലാത്ത റാൻമൂളികളായ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ മാത്രം പാർട്ടിയിൽ നിർത്തുകയും ബാക്കിയുള്ളവരൊക്കെ പാർട്ടിയിലെ റബലുകളായി മാറ്റി നിർത്തുകയും ചെയ്യുകയാണ്. അതിൽ ഒന്നാമത്തെ ആളല്ലേ P ജയരാജൻ. P ജയരാജനോളം ത്യാഗം, P ജയരാജനോളം ആർജവം, അങ്ങനെയൊക്കെയുള്ള ഒരു ലീഡർ ആരാണ് കണ്ണൂർ ജില്ലയിലുള്ളത്? P ജയരാജന്റെ മോൻ എന്താണ്, ജെയിൻ രാജ് ഒരു പ്രസ്താവന ഇറക്കിയെങ്കിൽ അതിന്റെ അർത്ഥം ആ പ്രസ്താവനയിൽ സാക്ഷാൽ PJ ആർമിയുടെ ബലമുണ്ട് എന്നാണ്. PJ ആർമി ചെറിയൊരു ആർമിയല്ല. CPMന്റെ വ്യതിയാനത്തിനെതിരായിട്ട് പൊരുതാൻ ഓരോ കാലത്തും ഓരോ ശക്തികൾ ഉണ്ടായി വന്നിട്ടുണ്ട്. MN വിജയൻ മാഷിന്റെ നേതൃത്വത്തിൽ ഒരു ടീം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. സാക്ഷാൽ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഈ MM ലോറൻസും ടീമും, KN രവീന്ദ്രനാഥ്, MM ലോറൻസ്, CITU ലോബി, അങ്ങനെ ഗ്രൂപ്പുകാരുണ്ടായിരുന്നു എല്ലാ കാലത്തും. ഇപ്പോൾ CPMനകത്ത് പൊരുതിക്കൊണ്ടിരിക്കുന്ന, ആവുന്ന വിധത്തിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു വിങ് തീർച്ചയായിട്ടും P ജയരാജനും PJ ആർമിയുമാണ്. ആ കൂട്ടത്തിൽ P ജയരാജന്റെ മോനെ കൊണ്ട് പ്രസ്താവന ഇറക്കി എന്ന് പറഞ്ഞാൽ ആ വീര്യം തീർച്ചയായിട്ടും P ജയരാജന്റെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. ഈ ചെയ്യുന്നതൊക്കെ പാർട്ടി നയമാണോ അല്ലയോ? സുധാമണിയെ എപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ ദൈവമായി ആരാധിക്കാൻ തുടങ്ങിയത്? സുധാമണിയെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ മാതാമൃതാനന്ദമയിയെ ആദരിക്കാൻ നിങ്ങൾ എപ്പോഴാണ് തീരുമാനിച്ചത്? അത് ഏത് നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഓർമ്മയുണ്ടോ? മാതാമൃതാനന്ദമയിയുടെ ആശ്രമത്തിനെതിരായി എന്തൊക്കെ പ്രചാരവേല?
മാതാമൃതാനന്ദമയെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രമായി ജോൺ ബ്രിട്ടാസ് ഒരു പോയി വിദേശ വനിതയെ കൊണ്ടുവന്നിരുത്തി വിദേശ വനിതയെ കൊണ്ട് പറയിപ്പിച്ചു. ഒന്ന് സത്നാം സിംഗ് എന്നോ ഒരു ചെറുപ്പക്കാരൻ ആ ആശ്രമത്തിൽ മരിച്ചിരുന്നു. മരിച്ചിരുന്നു. അതിന്റെ പേരിൽ കൊലപാതകം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും വലിയ ഒരുപാട് ദുരൂഹതകൾ അതിന്റെ അകത്ത് നടക്കുന്നു എന്ന് പറഞ്ഞു. ദുരൂഹതകൾ നടക്കുന്നു, കൊലപാതകങ്ങളുടെ പരമ്പര നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ പാർട്ടിയാണ്. എന്നിട്ട് പിണറായി വിജയൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അധികാരത്തിലിരിക്കുമ്പോൾ അങ്ങനെ വല്ലതും കണ്ടെത്തിയോ? എന്തെങ്കിലും അന്വേഷണം ഇതുവരെ നടത്തിയോ? അമൃതാനന്ദമയി മഠത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് അന്വേഷിച്ചിട്ട് അന്നൊക്കെ പറഞ്ഞിരുന്നു. അന്ന് ഇതൊക്കെ ഇവർ പറഞ്ഞിരുന്നാ വല്ലതും അന്വേഷിച്ചോ? കൊലപാതകം നടക്കുന്നുണ്ടോ? അവിടെ കുറ്റകൃത്യങ്ങളുണ്ടോ? ആരൊക്കെയാണ് വരുന്നത് പക്ഷെ പോകുന്നത്? സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിയപ്പോ പിണറായി ഓടിപ്പോവുകയും ചെയ്തത്. അത് ചെന്നു. എന്താ അതിന്റെ കാര്യം? അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും നമുക്ക് കാണാം. എന്തായാലും ഇത് പലതരം ഇഷ്യൂസ്, ആശയപരമായ പ്രശ്നങ്ങൾ ഇപ്പൊ ചോദിക്കാൻ CPM-ൽ ആളില്ല. ഇത് അതിന് ഉത്തരം പറയേണ്ടത് ആദ്യം ആരാണ്? MA ബേബിയാണ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് മറുപടി പറയേണ്ടത്. അദ്ദേഹം ഉണ്ടോ ഇപ്പോഴും? അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് നാക്ക് പൊങ്ങുമോ? ആ പൂട്ട് ആരുടെ കയ്യിലാണ്? നാക്കിന്റെ പൂട്ട് പിണറായിയുടെ കയ്യിൽ. അങ്ങനെ ഒരു അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടായിട്ട് എന്താ കാര്യമുള്ളത്? അപ്പൊ ആശയപരമായ ചർച്ച. പിന്നെ ആരാ ആശയപരമായ ചർച്ചയ്ക്ക് മറുപടി പറയേണ്ടത്? MV ഗോവിന്ദൻ മാഷാണ്. അദ്ദേഹത്തിന്റെ സൈദ്ധാന്തിക മേന്മ നമുക്കറിയാലോ. എന്തൊക്കെ മണ്ടത്തരമാണ് ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗതികേടാണ് അദ്ദേഹത്തിനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഒരു പാർട്ടിയുടെ സൈദ്ധാന്തികൻ ആയി നമ്മൾ കാണേണ്ടി വരുന്ന നമുക്ക് പോലും ഗതികേടാണ്. പിന്നെ ആരോട് ചോദിക്കും? പിന്നെ ചോദിക്കാനുള്ള സംഘടനക്കകത്ത് ചോദിക്കാനുള്ള സംവിധാനം ഉണ്ടോ ഇല്ലേ എന്നാണ്. അതാണ് P. ജയരാജന്റെ പുത്രൻ ഇന്നലെ ചോദിച്ചത്. അത് എനിക്ക് തോന്നുന്നു ഒരു വലിയ ഊർജം പാർട്ടിക്കകത്ത് കൊടുക്കും. പാർട്ടി നേതൃത്വത്തിലല്ല, സാധാരണ അണികൾക്ക് ആവേശം കൊടുക്കും. എന്തൊക്കെയാണ് ഇയാൾ കാട്ടിക്കൂട്ടുന്നത്? എങ്ങോട്ടാണ് ഈ പാർട്ടിയെ കൊണ്ടുപോകുന്നത്? ആശയത്തിന്റെ അടിത്തറ തകർക്കുന്നു, സംഘടനാ സംവിധാനം തകർക്കുന്നു, ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ നയപരിപാടികളെയും തകർക്കുന്നു. അത് വളരെ കൃത്യമായ ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ഇന്നിപ്പോൾ കണ്ണൂരിൽ നിന്ന് ഉയർന്നു വരുന്നത്. അത് പിണറായി വിജയനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതല്ല, കേരള രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം.